Ars Riva TV, a unique experience for the whole world. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സാർവത്രിക സഭ ഇന്ന് പെസഹ വ്യാഴാഴ്ച ആചരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനം, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനം എന്നീ രീതികളിൽ വളരെ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിരുനാൾ ദിനമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ തിരുനാളിന് മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് സഭയിലുള്ള എല്ലാ പുരോഹിതരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭ ഇന്ന് കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രസക്തി പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ സംഭവ വികാസങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ, ഇന്ന് വിജാതീയമെന്ന് കരുതിയ കോടതിയിൽ നിന്നും പോലും കൽപ്പന ലഭിച്ചെങ്കിൽ മാത്രമേ കുർബാന അർപ്പിക്കൂ എന്ന അവസ്ഥയിലേക്ക് വന്ന ഒരു സാഹചര്യം നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, അപ്പോൾ ഈ കുർബാനയുടെ പ്രാധാന്യം, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നമ്മൾ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പഴയ നിയമത്തിലെ ദൈവാലയത്തിലെ ജെറുസലേം ദേവാലയത്തില് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക മേശയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചെറിയൊരു ചിന്ത നമ്മളെല്ലാവരുമായിട്ട് പങ്കുവെക്കുക. അതായത് ദൈവിക സാന്നിധ്യത്തിൻ്റെ മേശ, അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശ എന്ന് പറയുന്ന ഒരു മേശ ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മുമ്പിലായിട്ട് ധൂപത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രാഗ്രൻസൻസ് അല്ലെങ്കിൽ സുഗന്ധപൂരിതമായ ധൂപം അർപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പീഠം, അതിന് മുമ്പിലായിട്ട് എടുത്തും വലത്തുമായിട്ട് 2 ടേബിളുകളാണുള്ളത്. അതിലൊന്നിൽ 7 തിരികളുള്ള ആ വലിയ വിളക്ക്, മറുവശത്ത് 12 അപ്പം സൂക്ഷിക്കുവാനുള്ള ഒരു പീഠവും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കാം? പഴയ നിയമത്തില് മൃഗബലിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും കർത്താവായ ദൈവം എന്തുകൊണ്ട് ഈ ഒരു അപ്പം അവിടെ സൂക്ഷിക്കുവാൻ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു ചിന്ത പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ ഒരു സൂചനയായിട്ട് കാണുവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പുതിയ നിയമത്തിലെ ബലി എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ആവിർഭവിക്കുന്ന ഒരു സംവിധാനമല്ല. അതിനേക്കാളുപരിയായിട്ട് ആ ദൈവഹിതത്തിൻ്റെ ഭാഗമാണ്, ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ള ആ ഒരു വലിയ സത്യം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശയുടെ പ്രത്യേകത? അപ്പോൾ 12 അപ്പം, അതായത് അൺലെവൻഡ് ബ്രെഡാണ്, പുളിപ്പില്ലാത്ത അപ്പമാണ്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 12 അപ്പം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ അത് ജെറുസലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ 12 ഗോത്രങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു സൂചന കൂടി അവിടെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പോൾ അവരുടെ പ്രതീകമായിട്ട് കൂടിയാണ് ഈ അപ്പം അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന അപ്പം നിർമ്മിച്ചിരുന്നത് കോഹൻ അല്ലെങ്കിൽ പുരോഹിതരുടെ ഒരു പ്രത്യേക ഗണമായി. അപ്പോൾ അവരത് ഉണ്ടാക്കി ദേവാലയത്തിൽ കൊണ്ടുവരിക, എല്ലാ സാബത്ത് ദിവസവും അത് പുതിയ അപ്പം കൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതൊക്കെയും ആ ഒരു പ്രത്യേക ഗണത്തിൻ്റെ ജോലിയായി. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി, അതിനേക്കാൾ ഉപരിയായി ആന്തരിക ആത്മീയ ഒരുക്കത്തോടു കൂടി ചെയ്തിരുന്ന ഒരു കർമ്മമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൃഗബലി അർപ്പിച്ചിരുന്ന ജെറുസലേം ദേവാലയത്തിൽ പോലും എത്രയധികം പ്രാധാന്യം ഈ അപ്പത്തിന് ലഭിച്ചുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവികമായ പദ്ധതി നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മുഖമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അപ്പത്തിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ മുഖമാണ്. പ്രിയമുള്ളവരെ, എത്രയോ മനോഹരമായ ഒരു പ്രതീകമാണ് നമ്മളവിടെ കാണുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിലെ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം മന്ന, ആ മന്ന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയാകുന്ന മന്നയെ പ്രതിനിധാനം ചെയ്യുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരുക്കിയ ദേവാലയത്തിന് ദൈവം സ്ഥാനം കൊടുത്തിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് അനുചരന്മാർ യുദ്ധത്തിൻ്റെ മധ്യേ അവിടെ കടന്നു വന്ന്
പുരോഹിതർക്ക് മാത്രമായി കഴിക്കുവാൻ അനുവദിച്ചിരുന്ന ഈ അപ്പം എടുത്ത് ഭക്ഷിക്കുന്നതിനെ കുറിച്ച് ഈശോ പോലും സൂചിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക, അത് പുരോഹിതർക്ക് മാത്രമായി റിസർവ് ചെയ്തിരുന്ന ഒരു അപ്പമായിരുന്നു. അപ്പോൾ ഈ 12 അപ്പം പുരോഹിതർക്ക് ഭക്ഷിക്കാമായി, പുരോഹിതർക്ക് മാത്രം. അതാണ് ദാവീദും അനുചരന്മാരും യുദ്ധത്തിൻ്റെ മധ്യയെ വന്ന് ഭക്ഷിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ അതിൻ്റെ സൂചനയുണ്ട്, പുതിയ നിയമത്തിലെ കർത്താവ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ ഒരു വിശുദ്ധ കുർബാനയുടെ അന്തരാർത്ഥങ്ങളിലേക്കാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി പടപൊരുതുന്ന, നീതിക്ക് വേണ്ടി പടപൊരുതുന്ന, ഒത്തിരിയേറെ അപകടങ്ങളിലൂടെ കടന്നു പോകുന്ന ദാവീദ് രാജാവിനും ദൈവത്തിൻ്റെ കരം അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന അധികാരിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും ദൈവം അദ്ദേഹത്തെ പരിപാലിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക്, പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക്, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് ദൈവം അനുവദിക്കുന്നു ഈ 12 അപ്പം എന്നുള്ളത്. പ്രിയമുള്ളവരെ, എത്രയോ മനോഹരമായൊരു ചിന്തയാണ്. നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ടവൻ്റെ, നീതി നിഷേധിക്കപ്പെടുന്നവനുള്ള അവകാശമാണ്. അപ്പോൾ അതാണ് നമ്മൾ പുതിയ നിയമത്തിലെ വലിയ അർപ്പണത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവന് കർത്താവ് തൻ്റെ ശരീരവും രക്തവും നൽകുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ജെറുസലേം ദേവാലയത്തിൻ്റെ ഘടന വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മളൊരു പ്രതീകം കൂടെ കാണുന്നുണ്ട്. അതായത് സ്ത്രീകൾക്ക്, യഹൂദ സ്ത്രീകൾക്ക് നിൽക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു ജെറുസലേം ദേവാലയത്തിൽ. അപ്പോൾ ഇന്ന് മതസൗഹാർദ്ദം, മതസ്വാതന്ത്ര്യമൊക്കെ പറയുന്ന ആളുകൾക്ക് ഇന്ന് ചില പ്രത്യേക മതവിഭാഗങ്ങളുടെ ദേവാലയത്തിൽ സ്ത്രീകൾക്ക് ഇപ്പോഴും പ്രവേശനമില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്ന് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും സിവിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പ്രഘോഷിക്കുന്ന ആളുകൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം ജെറുസലേം ദേവാലയത്തിൽ കൊടുത്തിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുക. അപ്പോൾ അവിടെയാണ് യഥാർത്ഥ സ്ത്രീ സ്വാതന്ത്ര്യം നമുക്ക് കാണുവാൻ പറ്റുക. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന 2-3 ഈ സ്ത്രീകളുടെ ഇരിക്കുന്ന ആ സ്ഥലത്ത് 2-3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, വീഞ്ഞും അതുപോലെ തന്നെ ഓയിലും അല്ലെങ്കിൽ എണ്ണയും സൂക്ഷിക്കുവാൻ വേണ്ടി സ്ഥലം ആ സ്ത്രീകളുടെ ആ പ്രദേശത്ത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രമീകരിച്ചു. അതുകൂടാതെ ലെപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് കുഷ്ഠരോഗം പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചിരുന്ന ആളുകൾക്കും അവിടെ വന്ന് ഇരിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ നസ്രീൻ എന്ന് വെച്ചാൽ നസ്രീൻ വ്രതം എടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലം. അതുപോലെ തന്നെ തടികൾ അല്ലെങ്കിൽ നമ്മൾ പറയാം വിറകൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലവും നമുക്ക് അവിടെ കാണുവാൻ പറ്റും. ജെറുസലേം ദേവാലയത്തിൻ്റെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ ഒരു പ്രാധാന്യം അവിടെ അതൊരു കൈവന്നു, അല്ലെങ്കിൽ അവിടെ വീഞ്ഞ് നമ്മൾ കാണുകയാണ്. പുതിയ നിയമത്തിലെ കുർബാന അർപ്പണത്തിൽ വീഞ്ഞും അപ്പവും ഇല്ലാതെ കുർബാനയില്ല. അത് 2 അടിസ്ഥാന പ്രതീകങ്ങളാണ്. അപ്പോൾ ഈ 2 പ്രതീകങ്ങളെയും കർത്താവ് എന്തുകൊണ്ട് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്ന് ചിന്തിച്ചാൽ പുതിയ നിയമത്തിലെ ബലിയായ നമ്മളൊക്കെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അന്തരാർത്ഥങ്ങളിലേക്ക് പിതാവായ ദൈവം അന്ന് തന്നെ എല്ലാം കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ ജനത്തെ ആരാധനയുടെ, പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് നിശ്ചയിച്ചതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശുദ്ധ കുർബാന എന്ന തിരിച്ചറിയണം. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു ഈ പറഞ്ഞ അശുദ്ധിയുടെ ഒരു മേഖല കൂടി അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ അശുദ്ധിയുടെ മേഖലയിൽ തന്നെയാണ് ഈ പറഞ്ഞ എണ്ണയും വീഞ്ഞും സൂക്ഷിക്കുക. അപ്പോൾ ഈ അശുദ്ധിയുടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ അശുദ്ധിയുടെ തലത്തിൽ നിന്നും ഈ എണ്ണയും വീഞ്ഞിനെയും കർത്താവ് പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാനയുടെ ഭാഗമാക്കി മാറ്റുമ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നമ്മൾ തിരിച്ചറിയണം, ദൈവം മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ അവൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. അവൻ പുതിയൊരു അസ്തിത്വത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ പാപങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ആ വ്യക്തി രൂപാന്തരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു കുർബാനയിലേക്കാണ് സഭ നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ പെസഹ തിരുനാൾ എന്ന് പറയുന്നത് വെറുമൊരു യാന്ത്രികമായ കുറച്ച് പഴയ ആഘോഷങ്ങളുടെ വെറുമൊരു അനുസ്മരണം മാത്രമായിട്ട് നമ്മൾ കാണരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതീകങ്ങൾ എങ്ങനെ ദൈവം പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെ കൂടുതൽ ഉദാത്തമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ കുർബാന അർപ്പണം നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധി, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ ഇവയെല്ലാം പുതിയൊരു തലത്തിലേക്ക് എടുത്ത് ഉയർത്തപ്പെടുവാൻ വേണ്ടിയാണ് വൈദികൻ്റെ കരങ്ങളിലേക്ക് അതിന്ന് നമ്മൾ വീഞ്ഞായിട്ട് ആ കാസയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളും തകർച്ചകളും പരാജയങ്ങളും ഒക്കെ നമ്മൾ കാഴ്ചവെപ്പെന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്ന് പറയുന്ന ആ സമയത്ത് വൈദികൻ കുരിശാകൃതിയിൽ കാസയും ബീലാസയും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മൾ കുർബാനയിൽ കാണുന്നു. എല്ലാ ലിറ്റർജിയിലും അതുണ്ട്. അപ്പോൾ ഈ സമർപ്പണം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ, ക്ലേശങ്ങൾ, പരാജയങ്ങൾ, വേദനകളൊക്കെയും സമർപ്പിക്കുവാനുള്ള സമയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ പെസഹ തിരുനാൾ ആചരിക്കുമ്പോൾ കർത്താവ് എത്ര കൃത്യമായിട്ട് ആ പെസഹ തിരുനാളിൻ്റെ പ്രതീകങ്ങളെ മുൻകൂട്ടി ജെറുസലേം ദേവാലയത്തിൽ തന്നെ ഒരുക്കിയോ, ആ ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതീകമായ പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ ദേവാലയങ്ങൾ ഇതുപോലെ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശകൾ രൂപപ്പെടേണ്ട സ്ഥലങ്ങളാണ്. അതായത് തിരുസാന്നിധ്യം, ദൈവിക സാന്നിധ്യം നമ്മൾ കാണേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. ഈ വിശുദ്ധ കുർബാന കൂടാതെയുള്ള ദൈവിക സാന്നിധ്യ ചിന്തകൾ പോലും അപ്രസക്തമാണ്. കാരണം ദൈവത്തിൻ്റെ മുഖം എന്നുള്ള പദമാണ് നമ്മളവിടെ ഈ അപ്പത്തിൻ്റെ മേശയ്ക്ക് കൊടുത്തിരുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയുക, ഓരോ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ ദൈവിക സാന്നിധ്യത്തിൻ്റെ തിരുമുഖമാണ്. അപ്പോൾ ദൈവത്തെ കാണുക എന്ന് പറയുന്നത് ഇന്നും യാഥാർത്ഥ്യമാകുന്ന കാര്യം തന്നെയാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലേക്കാണ് അടുക്കേണ്ടത്. അപ്പോൾ കർത്താവ് സ്ഥാപിച്ച ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ഈ ഒരു വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടി കഴിയുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന 12 അപ്പങ്ങൾ 2 നിരയിലായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ പീഠത്തിൽ അങ്ങനെയാണ് അത് ക്രമീകരിച്ചത്. അതിനോടൊപ്പം തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തിരുന്നു. അതിൻ്റെ ഉപ്പ് ചേർക്കുക എന്നുള്ളത് മസോറട്ടിക് ടെക്സ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ പുതിയ തലമുറകളാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ, പുതിയ ഇസ്രായേലാണ്. അപ്പോൾ ഈ പുതിയ ഇസ്രായേലായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഇതുപോലെ കുറവുകളും പോരായ്മകളുമുള്ള അപ്പമായി സമർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയെ സുഗന്ധപൂരിതമാക്കുവാൻ ദൈവിക സാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശയോട് ചേർന്നുള്ള സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ ഓരോ കുർബാന അർപ്പണവും നമുക്ക് നമ്മുടെ സഹോദരരിൽ ദൈവത്തെ കാണുവാൻ, ഈശോയെ കണ്ടുമുട്ടുവാനുള്ള അവസരമാണ്. അവിടെ വേദനിക്കുന്നവനുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവനുണ്ട്, നീതി നിഷേധിക്കപ്പെട്ടവനുണ്ട്, ആർക്കും വേണ്ടാത്തവനുണ്ട്. അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് ഈശോയെ കണ്ടുകൊണ്ട് അവരിലേക്കും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുന്ന, ഈശോയെ അനുഗമിക്കുന്ന, ഈശോയെ ആരാധിക്കുന്ന, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പുതിയ സമൂഹമായി ഈ തിരുനാൾ മാറുവാൻ നമുക്ക് പരിശ്രമിക്കാൻ, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പുരോഹിതരുടെയും പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനജനമായ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാ വന്ധ്യ പുരോഹിതർക്കും സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ വിശുദ്ധിയിൽ കൂടുതൽ വളരുവാൻ ഈ തിരുനാൾ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, നീതി നിഷേധിക്കപ്പെട്ടവരുടെ, അടിച്ചമർത്തപ്പെടുന്നവരുടെ രോദനമായിട്ട് ഇന്ന് അതൊരു വനരോദനമായിട്ട് മാറാതെ അവർക്ക് നീതി ലഭിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ അനുഭവത്തിലേക്ക്, ദൈവത്തെ കണ്ടുമുട്ടുന്ന സഹോദരരിൽ, സമസൃഷ്ടങ്ങളിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന പുതിയൊരു അസ്തിത്വത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Riva TV, a unique experience for the whole world.